ട്രോളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി? ട്രോളൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷം തോന്നിയില്ല. മീനൊക്കെ മേടിക്കാൻ പോകുമ്പോ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. പെട്ടെന്ന് എടുക്കാതില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതിന്ന്. ഈ ഇന്റർവ്യൂവിന് ശേഷം ആ യൂട്യൂബർ അല്ലേ ചോദിച്ചിട്ട് അതുവരെ അറിയപ്പെട്ടതിനേക്കാളും അറിയപ്പെട്ടോ ആ ഇന്റർവ്യൂ? സാറേ ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഉമ്മാരെ കണ്ടിട്ടില്ല. അതുവരെ അറിയപ്പെട്ടതിനേക്കാളും അറിയപ്പെട്ടോ ആ ഇന്റർവ്യൂവിന് ശേഷം? 19s ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ ആരായിരുന്നു 19s? ആദ്യമൊക്കെ ആരായിരുന്നു 19s? നമ്മളെയാണല്ലോ മച്ചമ്പി. തന്താരില്ലേ, മീൻസ് വയസ്സായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? 90s എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് നീ വന്നേ. ഒരു മിനിറ്റ് മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. 90s കിഡ്സിനെയാണോ വയസ്സായ ആൾക്കാരെന്ന് ഉദ്ദേശിച്ചേ? ജനസംസാരം അങ്ങനെയാ. അയ്യോ മോളെ, 90s കിഡ്സ് വയസ്സായ ആൾക്കാരല്ല, അവര് ചെറുപ്പാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. ചേച്ചി 19 അല്ല അങ്ങനല്ല. 80s 70s ഒക്കെയാണ് ഇത്തിരി കൂടെ പ്രായമുള്ള ആൾക്കാർ. എനിക്ക് വായി തോന്നുന്ന ക്യാമറ പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നു മുന്നത്തെ ഇന്റർവ്യൂല് വെറോണിക്ക പറഞ്ഞു കേട്ടപ്പം എല്ലാവരും പറയാണ് വെറോണിക്ക അഭിനയിച്ചതാണ്, ശരിക്കും മണ്ടി അല്ല. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. വീഡിയോ ചെയ്യുമ്പോഴുള്ള ശബ്ദവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫെയിം ആവാൻ വേണ്ടി മനഃപൂർവ്വം മണ്ടത്തരം കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സത്യത്തിൽ ഫെയിം ആവാൻ വേണ്ടി കാണിച്ചാണോ? അല്ല ചേച്ചി, അല്ല 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 ഞാൻ എന്റെ അടുത്ത് കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മണ്ടത്തരായിരിക്കും വരിക. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, ആരാ ആദ്യം ചോദിക്കട്ടെ, ആരാ നമ്മുടെ ചീഫ് മിനിസ്റ്റർ? എന്താ ഉറക്കം വരുന്നു? അന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയോ? നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി ആരാ? ഇപ്പൊ പുതിയ ആളായി. ആരത്? സതീഷ് ചേട്ടൻ. മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ആഹാ, അപ്പൊ കാരണം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ. ഇതിന് മുന്നേ ആരായിരുന്നു? ഇതെന്ത് കോപ്പല്ലേ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. പിണറായി ചേട്ടൻ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അപ്പൊ ഈ കഴിവിനെയൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തൂടെ? എന്തിനാണ് ഈ മണ്ടത്തരത്തിനെ വളർത്തിയെടുത്തത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ചെയ്തോ വികാരം? ചേച്ചി, ഞാൻ മണ്ടത്തരത്തിനെ വളർത്തിയെടുത്തിട്ടില്ല. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. ഒറിജിനൽ ആ പറയുന്നത് സത്യത്തില് ഒറിജിനൽ ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയാണ് അത് അങ്ങനെ ഇടുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും പല രീതിയിലും ആൾക്കാർ ഫേമസ് ആവുന്ന സമയത്ത് വെറോണിക്കയുടേതായ രീതിയിൽ ഒരു കുട്ടിത്തത്തിൽ ഒരു നിഷ്കളങ്കതയിൽ തുടങ്ങിയാണോ? ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞ പോലെ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാനായിട്ട് വീട് ഇട്ടു, അത് വൈറലായി, അത്രേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.